നമസ്കാരം. ഷിക്കന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹമാസിനെ പൂർണ്ണമായി നിരായുധീകരിക്കാതെ ഗാസയിൽ ഒരു തരത്തിലുള്ള പുനർനിർമ്മാണവും അനുവദിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗാസയുടെ പുനർനിർമ്മാണത്തിനുള്ള നിബന്ധനകളിൽ നിന്ന് ഹമാസിന്റെ നിരായുധീകരണം ഒഴിവാക്കാൻ യുഎസ് ഭരണകൂടം ആലോചിക്കുന്നു എന്ന വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീഷണികൾ അകറ്റി നിർത്താൻ ഗാസയ്ക്കുള്ളിൽ ഇസ്രായേൽ തന്നെ നിയന്ത്രിക്കുന്ന സുരക്ഷാ ബഫർ സോണുകൾ നിർമ്മിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗാസയുടെ നിയന്ത്രണം 70% ഉയർത്താൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായും നെതന്യാഹു വ്യക്തമാക്കി. നിലവിൽ ഗാസയുടെ 60%-ലധികം ഭാഗം ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. ലബനനിലെ ഹിസ്ബുള്ള തുരങ്കങ്ങൾക്കെതിരെ നടപടി എടുക്കരുതെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു എന്ന വാർത്തകൾ നെതന്യാഹു നിഷേധിച്ചു. ഇത് വ്യാജ വാർത്തയാണെന്നും ഇസ്രായേലിന്റെ സുരക്ഷാ താൽപര്യങ്ങൾ മുൻനിർത്തി മാത്രമാണ് രാജ്യം തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയല്ലാതെ ഇസ്രായേലിന് മറ്റൊരു ശക്തനായ സഖ്യകക്ഷിയും ഇല്ലെന്ന യുഎസ് വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസിന്റെ പരാമർശത്തെ തള്ളി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇന്ത്യ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ പിന്തുണക്കാരിൽ ഒന്നാണെന്ന് നെതന്യാഹു വ്യക്തമാക്കി. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്കിൽ ഇന്ത്യയിൽ നിന്ന് വലിയ തോതിലുള്ള പിന്തുണയാണ് തനിക്ക് ലഭിക്കുന്നതെന്നും നെതന്യാഹു പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന് ലഭിച്ച ഏറ്റവും മികച്ച സുഹൃത്താണെന്ന് പറഞ്ഞ നെതന്യാഹു വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസിനെ ബഹുമാനിക്കുന്നുവെന്നും എന്നാൽ വാൻസിന്റെ എല്ലാ പ്രസ്താവനകളോടും യോജിക്കാനാകില്ലെന്നും കൂട്ടിച്ചേർത്തു. ഇസ്രായേലിന് ലോകമെമ്പാടും നിരവധി സഖ്യകക്ഷികളുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ചില രാജ്യങ്ങളിലെ സോഷ്യൽ മീഡിയകളിൽ ഇസ്രായേൽ വിരുദ്ധ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഒരു ഫാഷനായി മാറിയിരിക്കുകയാണെന്നും എന്നാൽ ഇതേ രാജ്യങ്ങളിലെ നേതാക്കൾ തങ്ങളെ ഫോണിൽ വിളിച്ച് കരാറുകളിൽ ഒപ്പിടാനും സൈനിക തന്ത്രങ്ങൾ പഠിപ്പിച്ചു തരാനും ആവശ്യപ്പെടാറുണ്ടെന്നും നെതന്യാഹു പറഞ്ഞു. ഇറാൻ ജുഡീഷ്യറി തലപ്പത്ത് മാറ്റമില്ല. ചീഫ് ജസ്റ്റിസ് ഗുലാം ഹുസൈൻ മൊഹ്സെനി എജയെ പദവിയിൽ പുനർനിർമ്മിച്ചുകൊണ്ട് പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി ഉത്തരവിറക്കി. എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഖമേനി ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. അന്താരാഷ്ട്ര തലത്തിൽ ജഡ്ജ് ഓഫ് ഡെത്ത് എന്ന കുപ്രസിദ്ധി നേടിയ വ്യക്തിയാണ് ഗുലാം ഹുസൈൻ മൊഹ്സെനി എജയ്. ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കെതിരെയും രാഷ്ട്രീയ എതിരാളികൾക്കെതിരെയും കടുത്ത വധശിക്ഷാ വിധികൾ നടപ്പാക്കിയ പശ്ചാത്തലത്തിലാണ് മൊഹ്സെനിക്ക് മരണത്തിന്റെ ജഡ്ജി എന്ന വിളിപ്പേര് വീണത്. അടുത്തിടെയുണ്ടായ യുദ്ധത്തിന് പിന്നാലെ ഇറാന്റെ ആഭ്യന്തര നിയന്ത്രണം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വിട്ടുവീഴ്ചയില്ലാത്ത ഈ കടുത്ത നിലപാടുകാരനെ തന്നെ പദവിയിൽ നിലനിർത്താൻ ഖമേനി തീരുമാനിച്ചതെന്നാണ് വിലയിരുത്തൽ. അഴിമതി വിരുദ്ധ നടപടികളും പുതിയ ജുഡീഷ്യൽ നയരേഖയും കർശനമായി നടപ്പാക്കാൻ ചീഫ് ജസ്റ്റിസിനോട് മുജ്തബ ഖമേനി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കടുത്ത ഉഷ്ണതരംഗത്തെ തുടർന്ന് തെക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ കാട്ടുതീ നിയന്ത്രണാതീതമായി പടരുന്നു. പോർച്ചുഗൽ, ഗ്രീസ്, സ്പെയിൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളായി ഇതിനകം 42,000 ഏക്കറിലധികം വനഭൂമിയാണ് കത്തി നശിച്ചത്. ഗ്രീസിലെ രണ്ടാമത്തെ വലിയ നഗരമായ തെസ്സലോനിക്കയിൽ കാട്ടുതീ പടർന്ന് ഒരു റീസൈക്ലിംഗ് പ്ലാന്റ് പൂർണ്ണമായി കത്തിയമർന്നു. പ്ലാന്റിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിയതിനെ തുടർന്ന് അന്തരീക്ഷത്തിൽ മാരകമായ വിഷപ്പുക പടരുകയാണ്. പ്രദേശവാസികൾ ആരും പുറത്തിറങ്ങരുതെന്നും വീടുകളുടെ ജനലുകൾ വാതിലുകളും പൂർണ്ണമായി അടച്ചിടണമെന്നും ആരോഗ്യ മന്ത്രാലയം കർശന നിർദ്ദേശം നൽകി. തെക്കൻ ഫ്രാൻസിൽ കാട്ടുതീ കനത്ത നാശം വിതച്ചതിനെ തുടർന്ന് 10,000-ഓളം ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു. പോർച്ചുഗലിൽ 30,000-ഓളം ഏക്കർ വനമാണ് വെന്തുരുകിയത്. പോർച്ചുഗലിലെ ഉസേല മേഖലയിൽ കഴിഞ്ഞ 3 ദിവസമായി കാട്ടുതീ പടരുകയാണ്. 1200-ലധികം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒട്ടനവധി വിമാനങ്ങളും തീയണയ്ക്കാൻ രംഗത്തുണ്ട്. സ്പെയിനിലെ കാറ്റലോണിയ മേഖലയിലും തീപിടുത്തം ശക്തമാണ്. 2200 ഹെക്ടറിലധികം ഭൂമി ഇവിടെ കത്തിയമർന്നു. സ്പെയിനിലും ഇറ്റലിയിലും താപനില 44 ഡിഗ്രി വരെ ഉയരുമെന്ന പ്രവചനം വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടുമെന്ന ആശങ്കയ്ക്കും ആക്കം കൂട്ടുകയാണ്. യമനിലെ ഔദ്യോഗിക സൈന്യത്തിലെ 14 സൈനികർ ഹൂത്തി ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഹൊദൈദ നഗരത്തിൽ തെക്ക് ഹൈസ ജില്ലയിലെ ജബൽ ദുബാസിലാണ് ആക്രമണം ഉണ്ടായത്. ഏറ്റുമുട്ടലിൽ 23 സൈനികർക്ക് പരിക്കേറ്റു. അടുത്തിടെ യമനിലുണ്ടായ ഏറ്റവും രക്തരൂക്ഷിതമായ ആക്രമണമാണിതെന്ന് രാജ്യത്തെ അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർക്കാരിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്തു. വെള്ളിയാഴ്ച രാത്രിയോടെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. ആക്രമണത്തിന്റെ ആദ്യഘട്ടത്തിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള ചില ഭാഗങ്ങൾ ഹൂത്തി ഭീകരർ പിടിച്ചെടുത്തെങ്കിലും ശനിയാഴ്ച പുലർച്ചെയോടെ ശക്തമായ പ്രത്യാക്രമണം നടത്തിയ സൈന്യം ഇവ തിരിച്ചുപിടിച്ചു. ആക്രമണത്തിൽ ഹൂത്തി ഭീകരരും കൊല്ലപ്പെട്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചെങ്കിലും കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. വേൾഡ് ടുഡേ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.